ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ റെഡിയാണ് മക്കളെ. നിങ്ങളുടെ ഫിസിക്സ് പരീക്ഷയിലെ A+ ഉറപ്പാണ്. നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് പറയാൻ പോകുന്നത് ഈ 3 ദിവസങ്ങളിൽ ഇന്ന്, നാളെ, മറ്റന്നാൾ ഞാൻ ഈ ചാനൽ എടുക്കാൻ പോകുന്ന ലൈവുകളെ പറ്റിയിട്ടാണ്. ഈ ലൈവുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും മുഴുവനായിട്ടും അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. എന്നാലേ ആ A+ ഗ്യാരണ്ടി ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. ഓക്കെ, അതിൽ ഫസ്റ്റ് നടക്കാൻ പോകുന്ന ലൈവ് ഇന്ന് വൈകുന്നേരത്തെ ലൈവാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഞാൻ വരുന്നതായിരിക്കും. 5 മണിക്കുള്ള ലൈവ് ഒരു പ്രത്യേക ലൈവാണ്. 7 മണിക്കൂറിന്റെ ലൈവ് ആയിരിക്കും. ഫുൾ ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുന്ന കാര്യമായിരിക്കും. ചാപ്റ്ററിലെ ഓരോരോ പോയിന്റ്, ടെക്സ്റ്റ് ബുക്കിലെ ഓരോരോ പോയിന്റ് എടുത്ത് കംപ്ലീറ്റ് കവർ ചെയ്യുന്നതായിരിക്കും. അതിൽ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആയിരിക്കും. അതായത് പരീക്ഷയിൽ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ടെക്സ്റ്റ് ബുക്കിൽ ഓരോരോ പോയിന്റ്സ് എടുത്തിട്ടുള്ള ചോദ്യങ്ങളും ഞാൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻറ്റ് ഈ ലൈവ്? മക്കളെ, പരീക്ഷ ഈസി ആയിട്ട് വരികയാണെങ്കിൽ അത് മൊത്തം ഈ ലൈവിൽ നിന്ന് മാത്രമായിരിക്കും. നിങ്ങൾ അടുത്ത ദിവസം ലൈവ് ചിലപ്പോൾ അറ്റൻഡ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ ലൈവിൽ നിന്ന് എല്ലാം പഠിപ്പിച്ചു തരാം. പരീക്ഷ ടഫായിട്ട് വരികയാണെങ്കിലും എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? അവർ ഇത്ര ചെയ്യാൻ പോകുന്നുള്ളൂ. SLC പരീക്ഷ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളുടെ മൈൻഡ് സെറ്റാണ് ഞാൻ പറയുന്നത്. ഇത്ര ചെയ്യാൻ പോകുന്നുള്ളൂ. എന്താ ചെയ്യുക? അവർ നിങ്ങൾ സാധാരണ പഠിക്കാത്ത ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ഭാഗങ്ങൾ ഉണ്ടാവില്ലേ, പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിലൊന്നും ചോദിക്കാത്ത ടെക്സ്റ്റ് ബുക്കിലെ ചില ഭാഗങ്ങൾ ഉണ്ടാവില്ലേ, അതെടുത്തുകൊണ്ട് ചോദിക്കും. അപ്പോൾ PYQ മാത്രം പഠിച്ചു പോയ കുട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഷുവർ ക്വസ്റ്റ്യനോ പ്രഡിക്ഷൻ വീഡിയോ മാത്രം കണ്ടുപോയ കുട്ടിക്ക് അത് കിട്ടില്ല. കാരണം എല്ലാ പ്രഡിക്ഷൻ വീഡിയോ, എല്ലാ ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോ എന്തിന് ബേസ്ഡ് ആയിരിക്കും? PYQ ബേസ്ഡ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ എങ്കിൽ പോലും ടഫായിട്ട് ചോദിക്കുമ്പോൾ അവരെടുന്ന ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്തുനിന്നല്ല എടുക്കുന്നത്, ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ ഇഗ്നോർ ചെയ്യപ്പെട്ട ഏരിയാസിനാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവനും കൂടി പഠിച്ചാൽ ഈ പ്രശ്നം തീർന്നില്ലേ? അതാണ് നമ്മൾ ഇന്ന് തീർക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചിട്ടായിരിക്കും ചെയ്യുക. അതിൽ PYQ ചോദിച്ചിട്ടുണ്ടോ, സാധാരണ ചോദിക്കുന്ന ഏരിയ ആണോ എന്നൊന്നും നമ്മൾ വേർതിരിക്കില്ല. നമ്മൾ ഫുള്ള് പഠിക്കും. അത് എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ 7 മണിക്കൂറിൽ ഫുൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല. പക്ഷേ എന്നെ കൊണ്ട് അത് പറ്റും. അതിൻ്റെ ഒരു മിനി വേർഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. 6 മണിക്കൂറിൻ്റെ ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് തീർത്തിട്ടുണ്ട്. അതിൽ 1 മണിക്കൂറും കൂടി നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. കാരണം അന്ന് ഇൻക്ലൂഡ് ചെയ്യാത്ത ചില ഭാഗങ്ങൾ, ചില ടൈപ്പ് ചോദ്യങ്ങൾ, അതും കൂടി ഞാൻ ചേർത്തിട്ടായിരിക്കും ഈ 7 മണിക്കൂർ എടുക്കാൻ പോകുന്നത്. ഈ 7 മണിക്കൂർ സാർ അന്ന് 6 മണിക്കൂർ കണ്ട കുട്ടികൾ കാണണോ? വേണം. കാരണം അതിൽ പല കാര്യങ്ങളും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ ഇപ്പോഴേ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണ് ഒരു അടിപൊളി ചാൻസ് ആണ് അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല കുറച്ചും കൂടി ചോദ്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ A+ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ ആ 6 മണിക്കൂറിൻ്റെ ലൈവ് കാണാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് വന്ന് കണ്ടിരിക്കണം. കാരണം പരീക്ഷ എങ്ങാനും കുറച്ചെങ്കിലും ടഫായിട്ട് അല്ലെങ്കിൽ മീഡിയം ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻ്റെ വീഡിയോ അല്ല, എൻ്റെ പ്രഡിക്ഷൻ വീഡിയോ പോലും അല്ല, എൻ്റെ ചാനലിൽ വരാൻ പോകുന്ന വീഡിയോസ് മാത്രം കണ്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഫുള്ള് പഠിച്ചിരിക്കണം. പക്ഷെ ഫുള്ള് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയമൊന്നും വേണ്ട. 7 മണിക്കൂറിൽ ഫുള്ള് തീർത്തരാം. രാത്രി 12 മണിക്ക് മുമ്പ് പരിപാടി നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? രണ്ടാം ദിവസം നടക്കാൻ പോകുന്നത് വൈകുന്നേരം 7:30ക്കുള്ള ലൈവ് ആയിരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അതിൽ എല്ലാ തലേ ദിവസം ചെയ്ത ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. ഓക്കെ, കാരണം അത് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. ഇപ്പോൾ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ എടുക്കാത്ത ചോദ്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അത് കാരണം വീണ്ടും വീണ്ടും ഇതിൻ്റെ ഓരോ ചോദ്യം ചെയ്തിട്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഈ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ലൈവ് കണ്ടവർക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ഈ ലൈവ് ഉണ്ടാവും. ലാസ്റ്റ് ലൈവ് പരീക്ഷയുടെ രാവിലെ കംപ്ലീറ്റ് റിവിഷൻ, ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് കംപ്ലീറ്റ് റിവിഷൻ തരുന്നതായിരിക്കും പെട്ടെന്ന്. അപ്പം നിങ്ങൾ 2 ദിവസങ്ങളിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും രാവിലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് മറക്കാതിരിക്കാം. പല കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ പഠിച്ച് തലേ കയറ്റി, പക്ഷെ പരീക്ഷ ഹാളിൽ പോകുമ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, ഓരോ ഡെഫിനിഷൻസ് മറന്നു പോകും. അപ്പം അത് ഓർത്തിരിക്കാൻ വേണ്ടി രാവിലെ എല്ലാ കാര്യങ്ങളോട് വെച്ചിട്ടുള്ള ഷോർട്ട് നോട്ട്സ് റിവിഷനും കൂടെ തന്നിട്ടായിരിക്കും പരീക്ഷ ഹാളിലേക്ക് വിടുന്നത്. ഞാൻ ഗ്യാരണ്ടി തരികയാണ് മക്കളെ, പരീക്ഷ എത്ര ടഫായിട്ട് വന്നാലും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ A+ നിങ്ങൾ ഓൾറെഡി കിട്ടിയെന്ന് ഉറപ്പിച്ചോ. പക്ഷേ കണ്ടീഷൻ എന്താണ്? ഈ ലൈവിൽ ജസ്റ്റ് വന്നാൽ പോരാ, അത് മുഴുവനായിട്ട് ഇരിക്കണം. അങ്ങനത്തെ കുട്ടികൾക്ക് പരീക്ഷ ടഫായാൽ A+ കിട്ടുള്ളൂ. അങ്ങനത്തെ കുട്ടികളെ കിട്ടാൻ പാടുള്ളൂ, അല്ലേ? ശരിയല്ലേ പറയുന്നത്? ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. പരീക്ഷ ടഫാണെങ്കിലും ഈസി ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ A+ വാങ്ങും. നമ്മളെന്ന് പറയുമ്പോൾ എക്സാമിനറിന് എൻ്റെ കൂടെ ചേർന്ന് പഠിക്കാൻ റെഡിയായ മക്കൾ. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയാൽ മതി. നമ്മുടെ ചാനലിൽ ആ പ്ലേലിസ്റ്റിന്റെ പേര് SSLC ഫിസിക്സ് വീഡിയോസ് 2025 ആണ്. അതിൽ ഇന്നൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. ഓൾറെഡി കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അല്ലേ ആടൊക്കെ വരുന്നുണ്ടല്ലോ. ആ വീഡിയോസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു, മാത്സ് പരീക്ഷയ്ക്ക് മുമ്പിട്ട വീഡിയോസ് ആണ്. അത് കാണാത്തവരുണ്ട്, തീർച്ചയായിട്ടും കാണാം. കുറേ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസ് അവിടെ ഉണ്ട്. അതെന്തായാലും കണ്ടിരിക്കുക, നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ലൈവിന് മുമ്പ് വരികയാണെങ്കിൽ ആ കണ്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെ ആയിരിക്കും ലൈവ് ഉണ്ടാവുക. മാത്രമല്ല കുറേ വീഡിയോസ് ഇതിൽ വരുന്നുണ്ട്. ഒരു പ്രഡിക്ഷൻ വീഡിയോ വരുന്നുണ്ട്. പ്രഡിക്ഷൻ വീഡിയോന്റെ ഡിസ്ക്ലൈമർ വളരെ സിമ്പിൾ ആണ്. പരീക്ഷ ഈസി ആണെങ്കിൽ അതിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ വരും, പരീക്ഷ ടഫ് ആണെങ്കിൽ അതിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളെ വരുള്ളൂ എന്നുള്ള ബോധത്തോടു കൂടി വേണം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? പക്ഷെ എന്ത് സംഭവിച്ചാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കൾക്കും A+ ഞാൻ ഗ്യാരണ്ടി തരാം, പേഴ്സണൽ ഗ്യാരണ്ടി തരാണ്. ഓക്കെ, ഇത്രയും ഫുള്ള് ചെയ്തിട്ടും നിങ്ങൾക്ക് A+ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോ, ഞാൻ പിന്നും ചെയ്തു വെക്കാം. ഇത് ഫുള്ള് ചെയ്ത മക്കൾക്ക്, ഇത് ഫുള്ള് ചെയ്ത്, അതാണ് അതിലെ ക്യാച്ച്. ഓക്കെ, റെഡി? അത്രയും എനിക്ക് പറയാനുള്ളൂ. അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം എക്സാമിനറിന്റെ കൂടെ അലക്സ് സാറിന്റെ കൂടെ ചേരാൻ പോകുന്ന എല്ലാ മക്കളും I am ready sir എന്ന് പറഞ്ഞു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വൈകുന്നേരം 5 മണിക്ക് നമ്മൾ കാണുന്നതായിരിക്കും.